ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഹെഡായിട്ടുള്ള മിസ്റ്റർ സൂരത് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. യെസ്, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. താരിഫുണ്ട്, NPC യോഗങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടതുണ്ട്. സർ, ആദ്യം തന്നെ നമുക്ക് താരിഫിലേക്ക് തന്നെ പോകാം. കാരണം പോകാതെ സാധിക്കുകയില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ് താരിഫിൽ ഉണ്ടായിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം ചൈനയ്ക്ക് മേൽ 104%, ഏകദേശം ഒരു 50% കൂടി അധിക നികുതി ഏർപ്പെടുത്തി 104% ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രംപ് ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിനാണ് ഇപ്പോൾ ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സർ, ഈ ഒരു നടപടിയെ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുക? അല്ല, നമ്മൾ ഒരുപാട് നാളായി നമ്മൾ ടാരിഫിനെ തന്നെ വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രഷറൈസ്ഡ് ആണ് നമ്മൾ സംസാരിക്കാൻ. കാര്യം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാര്യം പല ന്യൂസുകളും ഇത് ഓവർ ഷാഡോ ചെയ്ത് പോകുന്നു എന്നുള്ള. ഇപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി ഇന്നുണ്ട്, TCSന്റെ റിസൾട്ട് എന്നാണ്. ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ഇതിൻ്റെ ഈ ടാരിഫിൻ്റെ ആ ന്യൂസിൻ്റെ അടിയിൽ ഇതൊക്കെ അപ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാറ്. ഓഫ് കോഴ്സ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമാണ്. കാര്യം വെച്ചാൽ ഗ്ലോബൽ എക്കണോമിയെ എഫക്റ്റ് ചെയ്യുന്നതിന് ഇന്ത്യക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, പൊതുവെ ഒരു സെയിങ് ഉണ്ടല്ലോ, വെൻ US catches cold, India sneezes or the other countries also sneezes എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ അനിൽ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഇപ്പോൾ 104% ടാരിഫാണ് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തെന്നുള്ളത്. നമ്മൾ 2-3 ദിവസമായി നമ്മൾ പറഞ്ഞു ഈ ഒരു ഈവൻറ്റും കൂടി പ്ലേ ഔട്ട് ചെയ്യാനുണ്ട് മാർക്കറ്റിലെന്ന്. അൾട്ടിമേറ്റ്ലി ദ വെയിറ്റ് ഈസ് ഓവർ എന്നോ ആ കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സ് തുറന്ന് പറയണം, ഞാൻ വ്യക്തിപരമായിട്ടാണ് ഞാൻ അനിലിയോട് പറയുകയാണ്, ഇത് പ്രേക്ഷകർ ഒരിക്കലും ഇത് മനസ്സിലോട്ട് എടുക്കണ്ട. എനിക്ക് ഇവിടെ വെച്ച് മാർക്കറ്റ് ഏതോ ടെമ്പററി ബോട്ടമായി എന്ന് പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് ഈവൻ ദെൻ ഒരു റെസ്പോൺസിബിൾ ചാനൽ എന്ന രീതിയിൽ നമുക്ക് അത്രയും കോംപ്ലേസൻ്റ് ആയിട്ടോ ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ടോ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കോഷ്യസ് ഓപ്റ്റിമിസത്തോടു കൂടിയേ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ എനിക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ബട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴോ എവിടെയോ വെച്ചോ ഒരു ടെമ്പററി ആയിട്ട് കാര്യങ്ങൾ സെറ്റിൽ ആയ കാര്യം ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നുന്നു എന്ന് മാത്രം. ഇതൊരിക്കലും ശരിയാവണം നിർബന്ധമില്ല. ഐ റിസർവ് മൈ റൈറ്റ് ടു ഗോ റോങ്. ഇത് നിങ്ങളെ എടുത്തിയാടിക്കാനും വേണ്ടി പറഞ്ഞതല്ല. എന്തോ ഒരു ചെറിയൊരു സന്തോഷം എവിടെയും കൂടെ തോന്നുന്നുണ്ട്. കാര്യം എല്ലാ ന്യൂസും പ്ലേ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേ എക്സ്പെക്ടേഷൻ ആണ്. ബട്ട് ഈവൻ ദെൻ നമുക്ക് കോഷ്യസ് ആവേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് പറഞ്ഞു പോകാന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ ട്രംപിൻ്റെ ഇന്നലത്തെ സ്പീച്ച്, ഞാൻ ഇന്നലെയൊക്കെ ഈ നമ്മുടെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ഇപ്പോൾ ഫോക്സ് ബിസിനസ് ന്യൂസും CNBCയുടെ ഇന്റർനാഷണൽ ചാനൽസും CNN ഒക്കെ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ന്യായം. ഒരു സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത് തന്നെ വളരെ താമസിച്ചും എണീക്കുന്നത് വളരെ നേരത്തെയാണ്. കാര്യം അത്രയ്ക്കും മാത്രം എന്താ പറയുക വൈൽഡ് സ്വിങ്സ്, ഓവർനൈറ്റിലെ ഇഷ്യൂസും. അത് മാത്രമല്ല US മാർക്കറ്റിന്റെ ടൈമിങ്ങും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇപ്പൊ ബിസിനസ് സ്റ്റാൻഡേർഡിലെ ഫ്രണ്ടിൽ ആർട്ടിക്കിളാണ്, അതായത് കാർഗോ റഷ് ആസ് ഫുൾ ട്രംപ് ടാരിഫ് ടേക്സ് എഫക്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, അതായത് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, 9:30 AM കഴിഞ്ഞല്ലോ, 9:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് 12:01 ഈസ്റ്റേൺ ടൈം. ഓക്കെ, ആ ഈസ്റ്റേൺ ഡെയിലി ടൈം എന്നെങ്ങാണ്ടാണ് അതിനെ പറയുന്നത്. അത് മുതൽ ടാരിഫ് ഇംപ്ലിമെന്റഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് കാരണം പല പോർട്ടുകളിലും, അതായത് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അതായത് ട്രാൻസിറ്റിലുള്ള ഗുഡ്സ്, അത് വെയർ ഹൗസിൽ നിന്ന് എടുത്ത ഗുഡ്സ് ഇങ്ങനത്തെ ഉള്ളവർക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് ഹൗസിന്റെ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് US ഇമ്പോർട്ടേഴ്സ് പല രാജ്യങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ പോർട്സും വളരെ ബിസി ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഈവൻ പല ന്യൂസ് പേപ്പറും പല ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഇപ്പൊ ഇതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം എന്നറിയോ, അതായത് ഇന്നലെ ട്രംപിന്റെ സ്പീച്ച് ഞാൻ കേൾക്കാൻ ചാൻസ് ഉണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം പറയാൻ വെച്ചാൽ എക്സ്പ്ലോസീവ് ഇമ്പാക്ട് ഓഫ് ടാരിഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരു ദിവസം $2 ബില്യൺ ഒക്കെയാണ് നമുക്ക് വരവ് വരുന്നതെന്നാണ്. അതായത് അമേരിക്ക ഷുഡ് ബി ഹാപ്പി, നമ്മുടെ എക്കണോമി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മളെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഏതാണ്ട് $2 ബില്യൺ വരെ ആഡ് വെലറോൺ ഡ്യൂട്ടി അല്ലെങ്കിൽ ടാരിഫ് എന്നുള്ള പേരിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 70 രാജ്യങ്ങൾ നമ്മളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. സൗത്ത് കൊറിയയിൽ എനിക്ക് തോന്നുന്നു ഇന്ററിം പ്രസിഡന്റ് എങ്ങാണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അതൊരു ഫ്രണ്ട്ലി കൺട്രി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവരായിട്ട് എത്രയും പെട്ടെന്ന് നല്ല നെഗോസിയേഷനിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. ജപ്പാൻ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കും കൂടി പറഞ്ഞു, അതായത്
ചൈനയ്ക്കും ഇൻട്രസ്റ്റഡ് ആണ് ഞങ്ങളോട് സംസാരിക്കാൻ, പക്ഷേ എവിടെ തുടങ്ങണം എന്ന് അവർക്കറിയില്ല. ഐ ആം വെയിറ്റിംഗ് ഫോർ ദെയർ ഫോൺ കോൾ. അത്രയ്ക്ക് കോൺഫിഡൻസോട് കൂടിയാണ് ട്രംപ് നിൽക്കുന്നത്. ഇതിന്റെ നെഗറ്റീവ് എഫക്റ്റും പോസിറ്റീവ് എഫക്റ്റും ഒക്കെ മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. അദ്ദേഹം എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ ഈസ് വെരി കോൺഫിഡൻറ്റ് എന്നുള്ളത്. അപ്പുറത്തെ സൈഡിൽ ചൈനയാണെങ്കിലോ വി ആർ റെഡി ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ആൻഡ് വി ആർ റെഡി ടു ചാലഞ്ച് ദിസ് US ടാരിഫ് എന്ന് പറയുന്ന വാശിയിലേക്കാണ് അവരും നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ വന്ന് നമ്മളിപ്പോൾ നോക്കുന്ന വെച്ചാൽ ഒരുപാട് കൺട്രികൾ US ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു ഒരു സൈഡ്. രണ്ടാമത് ചൈന ഇപ്പോഴും ഒരു ഹാർഡ് പോസ്റ്ററോട് കൂടി തന്നെ നിൽക്കുന്നു. നൗ ഇറ്റ് ഈസ് എ ഫുൾ ബ്ലോൺ US വേഴ്സസ് ചൈന വാർ എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപ്രസക്തമായി. അവരൊക്കെ ഏതാണ്ട് 70 രാജ്യങ്ങളോ എനിക്ക് തോന്നുന്നു 86 രാജ്യങ്ങളുടെ ടാരിഫ് ഇന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ആസ് വി സ്പീക്ക്, അതായത് 9:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത്. അതിൽ 70 രാജ്യങ്ങളും ഏതാണ്ട് സംസാരിച്ച് തുടങ്ങി എന്നാണ് ട്രംപ് പറഞ്ഞത്. ചൈന ഇപ്പോഴും ഹാർഡ് സ്റ്റാൻസ് തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ പ്രേക്ഷകരോടും ഇൻവെസ്റ്റേഴ്സിനോടും അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയോടും നമുക്ക് പറയുന്നത് ഇതിന്റെ പോസിബിൾ ഇംപ്ലിക്കേഷൻസ് എന്താണ്. നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത്. ഇതുവരെ നമ്മൾ ഏതാണ്ട് ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിരുന്നു, അത് നടന്നു, ഇത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചൈനയിലേക്കുള്ള അഡീഷണൽ ടാരിഫും അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള മോസ്റ്റ് ഓഫ് ദ ന്യൂസ് ഇസ് ഔട്ട്. ഇനി ചൈന എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇപ്പം നമുക്ക് ഇൻവെസ്റ്റേഴ്സിനോട് ഗൈഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഒരു റീസൺ ഇനി നടക്കാൻ പോകുന്ന ഒരു പോസിബിലിറ്റി, ചൈന തിരിച്ച് ഇതിന് റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരും. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, വാച്ച് ചെയ്യേണ്ട കാര്യം. 2, ചൈന ഇനി അവർക്ക് അഡീഷണൽ കപ്പാസിറ്റി വരുന്നല്ലോ, US വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻ കാരണമുള്ള അഡീഷണൽ കപ്പാസിറ്റീസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുമോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്, ചൈന കറൻസിയെ ഡിവാലുവേറ്റ് ചെയ്യും. അവരുടെ കറൻസി പറഞ്ഞാൽ ഒഫീഷ്യലി റെൻബിൻബി എന്നാണ് അവരുടെ കറൻസിയെ പറയണമെങ്കിലും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യുവാൻ ആണ്. നമ്മളിപ്പോൾ US ഡോളേഴ്സ് എന്ന് അമേരിക്കയുടെ കറൻസി പറയുമ്പോഴും നമ്മൾ ബക്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യില്ലേ, അതേപോലെയാണ് നമ്മൾ യുവാൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ആ കറൻസി അവർ ഡിവാലുവേറ്റ് ചെയ്യോ എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ചൈനീസ് യുവാൻ അവർ ഡിവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഗ്ലോബൽ കറൻസി മൂവ്മെന്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. നമ്മുടെ ഇന്ത്യൻ കമ്പനി ഒരുപാട് കമ്പനികൾക്ക് പല ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് എക്സ്പോഷർ ഉണ്ട്. യൂറോ, US ഡോളേഴ്സ് കൂടാതെ യുവാനായിട്ട് എക്സ്പോഷർ ഉണ്ട്, yen ആയിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയന്റെ യൂറോ ആയിട്ടുണ്ട്, പൗണ്ട് സ്റ്റെർലിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കൺട്രീസ് ആയിട്ട് ഇത് ഒരു ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഇന്ത്യൻ ബാങ്ക്സിന് അവർക്കൊരു ഫോറക്സ് റിസീവിംഗ് വരുമല്ലോ, റെസിപ്റ്റ്സ് വരുമല്ലോ. അപ്പോൾ അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ജിങ് ഡെസ്കുകളുണ്ട്. ആ ബാങ്കിന്റെ ഡെസ്കുകൾ എങ്ങനെയാണ് ഈ ഫ്ലക്ച്വേഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ഇതൊക്കെ സംഭവിക്കുന്നത് യുവാനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. മോസ്റ്റ് ലൈക്ലി അത് ഉണ്ടാവില്ല എന്നാണ് പല എമിനന്റ് ആയിട്ടുള്ള ചൈനീസ് എക്കണോമിസ്റ്റുകളും കിട്ടുന്ന നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവണം. ബട്ട് ഇറ്റ് ഈസ് വെരി പ്രിമച്യൂർ ടു സേ. പിന്നെ രണ്ടാമത്, ഈ ചൈന ഇനിയിപ്പോൾ ഒരു ടാക്ടിക് എടുത്തേക്കാം. അതായത് ചൈന ഇപ്പോൾ ഓൾറെഡി ക്രിട്ടിക്കൽ മിനറൽസ്, നമ്മൾ ഈ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ച് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് വരുന്ന സൺറൈസ് സെക്ടേഴ്സ് ഉണ്ട്. അതായത് ലിത്തിയം അയൺ ബാറ്ററി അല്ലെങ്കിൽ സോളാർ പാനൽസ്, സെമി കണ്ടക്ടേഴ്സ്, ചിപ്സ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മെറ്റീരിയൽസ് ആണ്. ലിത്തിയം, ഗാലിയം, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. നമ്മൾ ഈ പറയുന്ന പോലെ അയൺ, സ്റ്റീൽ, അലൂമിനിയം മാത്രമല്ല, ഈ വക കാര്യങ്ങൾ ഓൾറെഡി അവർ ചൈന ഇതിൻ്റെ ഒരു വലിയൊരു റിസർവ് ഉള്ള കൺട്രി ആട്ടോ. പിന്നെയുള്ളത് യുക്രൈനും റഷ്യയൊക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ ചൈന ഓൾറെഡി US എക്സ്പോർട്സ്. കാര്യം ഇപ്പൊ US ആണല്ലോ ഈ NVIDIA പോലത്തെ കമ്പനീസ് ആണല്ലോ സെമി കണ്ടക്ടറിന്റെ ഒരു രാജാവായിട്ട് പറയുന്നത്. എന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാംഗ്വേജ് ആയിട്ട് ചൈനയാണ് ഡീപ് സീക്ക് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ചൈന US. ഇനിയിപ്പോൾ അവർ ഒരു ടാക്ടിക് ചെയ്തേക്കാം. മറ്റുള്ള കൺട്രീസിലേക്കുള്ള ചൈനയുടെ ക്രിട്ടിക്കൽ മിനറൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പോർട്സ് റെസ്ട്രിക്ട് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്ത് ചൈനയ്ക്കെതിരെ US എഗെയിൻസ്റ്റ് ആക്കാനുള്ള ടാക്ടിക് ചിലപ്പോൾ ചൈന ചെയ്തേക്കാം. ഇപ്പോൾ ചൈന ലോകത്തെല്ലായിടത്തും പറയുന്നത് ഞങ്ങൾ ഇനി മുതൽ ലോകത്ത് ആർക്കും ക്രിട്ടിക്കൽ മിനറൽസ് സപ്ലൈ ചെയ്യുന്നില്ല. ഇതിന്റെ കാരണം കംപ്ലീറ്റ് ട്രംപാണ്. നിങ്ങൾ US ആയിട്ടുള്ള കാര്യങ്ങൾ US-നെ അടക്കി നിർത്തൂ, എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരു ഹാർഡ് സ്റ്റാൻസ്. ഇതൊക്കെ റിമോട്ട് ചാൻസസ് ആണ്, ബട്ട് പോസിബിലിറ്റീസ് നമ്മൾ ആലോചിച്ച് വെക്കണം എന്നുള്ള അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാനായിട്ടുള്ള ഇതും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചൈന പറയുകയാണ്, മേ ബി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഒരു പോസിറ്റിവിറ്റിയോടുകൂടി പറയുകയാണ്, ഇനി നിങ്ങൾ US എന്ന് പറയുന്നത് ഗ്ലോബൽ മാപ്പിൽ മറന്നേക്കൂ, US-ന്റെ സ്ഥാനം ഞങ്ങൾ എടുക്കാം. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ അസ് ഫോർ എക്സ്പോർട്സ് എന്നുള്ള രീതിയിലേക്ക് ചൈന ഒരു സ്റ്റാൻഡ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോവുമോ എന്നറിയില്ല. ഇതിനകത്ത് ഞാൻ ഉറ്റുനോക്കുന്നത് റഷ്യ പോലത്തെ രാജ്യം, ഇന്ത്യ പോലത്തെ, അതായത് റഷ്യയുടെ വ്ളാഡിമിർ പുടിനും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി ഉറ്റുനോക്കണമെന്നറിയൂ. എവിടെയെങ്കിലും വെച്ച് ഈ ചൈന US ടസലിനിടയിൽ
ഒരു ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ട്. അതായത് നമ്മളിത് ഒരു യുദ്ധം പോലെ തന്നെയാണ്, ഇതൊരു വേറെ രീതിയിൽ ഇറ്റ്സ് എ ട്രേഡ് വാർ. ഈ ട്രേഡ് വാറിന്റെ ഇടയിൽ ഒരു നെഗോസിയേറ്റർ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് വളരെ വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന കൺട്രി ലൈക്ക് ഇന്ത്യ അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ റഷ്യ, എസ്പെഷ്യലി റഷ്യ ഈസ് ഔട്ട് ഓഫ് ദിസ് ആംബിറ്റ് റൈറ്റ് നൗ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്രയും നാള് അവരുടെ വാറിൽ ഇടപെടാൻ US നിന്ന സ്ഥലത്ത് ഇപ്പൊ US ചൈനയുടെ ഇടയിലേക്ക് മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടേണ്ട രീതിയിലേക്ക് ആയി എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത്. പിന്നെ ഇതിന്റെ വേറൊരു ബാഡ് എഫക്റ്റ് എന്നറിയോ, ഇപ്പൊ US സിറ്റുവേഷൻസും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സും ഒക്കെ സെറ്റിൽ ചെയ്യുന്നവരെ പല ഇന്ത്യൻ കമ്പനീസും അവരുടെ കൺസപ്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് കുറയ്ക്കും, കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാതിരിക്കും. അപ്പോൾ ഒരു GDP കോൺട്രാക്ഷൻ ഇന്ത്യയിൽ വരൂ എന്നുള്ളതും കൂടെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഷിപ്പിംഗ് റേറ്റ്സ്, ഗ്ലോബൽ ഷിപ്പിംഗ് റേറ്റ്സ് ഇനിഷ്യലി ചിലപ്പോൾ കൂടിയാൽ പോലും അതിനൊരു ഇറാറ്റിക് മൂവ്മെന്റ് ഉണ്ടാകും. കാര്യം വെച്ചാൽ നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ മാഡ് റഷ് ലാസ്റ്റ് മിനിറ്റിൽ ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതായത് ഗ്ലോബൽ ഷിപ്പിംഗ് ട്രേഡ് ചിലപ്പോൾ ഉയർന്നു നിൽക്കാം. കാര്യം ലാസ്റ്റ് മിനിറ്റ് ആ ട്രേഡ് ടാരിഫ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി, അത് കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യണമെന്ന് നമുക്ക് ഒട്ടും പിടിയില്ല. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇനി സംസാരിക്കാനുള്ള മോണിറ്ററി പോളിസി, ഓയിലിൻ്റെ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കറൻസിയുടെ മൂവ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മൾ പക്ഷേ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ കൊടുത്തതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതെന്നുള്ള, ചൈന എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കും. യു സീ ദ ഡ്രാഗൺ ആസ് എ വൂണ്ടഡ് പേഴ്സൺ നൗ. ഇനി ചൈന, ദ ബോൾ ഇസ് ഇൻ ചൈനാസ് കോർട്ട്. ചൈന എന്താണ് ഇനി ചെയ്യാൻ പോണെന്നുള്ളതാണ്. ഏതായാലും US അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. നമ്മൾ ഒറ്റ നോക്കേണ്ടത് റഷ്യയുടെ സ്റ്റാൻസ് എന്താണ്, ഇന്ത്യയുടെ സ്റ്റാൻസ് എന്താണ്, ഗ്ലോബൽ ലീഡേഴ്സ് എങ്ങനെയാണ് ഇതിനൊരു നെഗോഷിയേഷൻ പാർട്ടിലേക്ക് കടക്കുന്നതും കൂടെ നമുക്കൊന്ന് കണ്ടുവെക്കേണ്ടതായിട്ടിരിക്കുന്നു. അനില, താരിഫിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. MPC യോഗം തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുന്നത്. സർ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം താരിഫുമായി റിലേറ്റ് ചെയ്ത് ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുവരെയും ഒരു സേഫ് ഗാർഡായിട്ട് നിലനിന്നിരുന്ന ഇന്ത്യയിലെ ഒരു സെക്ടറായിരുന്നു ഫാർമ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വളരെ അടുത്ത് തന്നെ ഫാർമ ഗുഡ്സിന് മേലെയും ഇമ്പോർട്ട് ഡ്യൂട്ടി വരും. പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, അതായത് അത്തരത്തിലൊരു ഇമ്പോർട്ട് വരുമ്പോഴത്തേക്കും അമേരിക്കയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്താനായിട്ടുള്ള നടപടികൾ, അമേരിക്കയിലേക്ക് കമ്പനികൾ വരുന്നു, അവിടെ തന്നെ അവിടെ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നു, അവിടെ തന്നെ വിൽപ്പന നടത്തുന്നു എന്നടക്കം, അത് അമേരിക്കൻ ഇക്കോണമീനെ പ്രൊട്ടക്ട്. പക്ഷേ ഇങ്ങനെ ഒരു വാക്കുകൾ പറയുമ്പോൾ പോലും ഒരു കമ്പനി ഒരു പ്രൊഡക്ഷൻ ആരംഭിച്ച് ഒരു ഇക്കോണമിക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് പ്രൊഡക്ഷൻ നടത്തി വരണം എന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം പ്രോസസ് അല്ലേ, ഒരു ഓവർനൈറ്റ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതല്ല, ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 3 Fകളാണ്: ഫോർമുല, ഫ്രണ്ട് ആൻഡ് ഫോ. ഈ ട്രംപിന്റെ വാക്കുകളിൽ ഫ്രണ്ട്, ഫോ, ഫോർമുല, ഈ Fകളാണ് നമുക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫാർമയായിട്ടുള്ളതല്ലേ. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലെ ഓവർനൈറ്റിൽ നടന്ന 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്തതാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ പ്രൊപ്പോസ് ചെയ്യുന്നു 25% ടാരിഫ് ഓൺ US സോയാബീൻസ്, വിസ്കി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർ ചെയ്തിട്ടില്ല. കാര്യം അവർ നെഗോസിയേഷൻ ടേബിൾ ഓപ്പൺ ആക്കി ചാനൽ ഇട്ടിരിക്കുകയാണെന്നുള്ളത്. ഫാർമയുടെ കാര്യം അനില ഇപ്പൊ ചോദിച്ചല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ ദിവസം ഫാർമ കയറിയപ്പോഴേ നമ്മൾ നമ്മുടെ ഡൗട്ട് പറഞ്ഞതാണ്, അതായത് എടുത്ത് ചാടരുത് എന്നുള്ളത്. കാര്യം അതിന് മാത്രമായിട്ട് ബാക്കി വെക്കേണ്ട കാര്യമില്ല. ഇനി എന്നാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയണതെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ നമുക്കൊരു ബ്ലാക്ക് സ്വാൻ ഈവന്റ് ആയിട്ട് കിടക്കുന്നു നമ്മുടെ മുന്നിൽ, നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ല. ബട്ട് ഫാർമ, നമ്മൾ അന്നും പറഞ്ഞു സിപ്ല പോലത്തെ കമ്പനിയുടെ കപ്പാസിറ്റീസ് റെഡിയാണ്, സൺ ഫാർമ പോലെയുള്ള കമ്പനീസിന്റെ റെഡിയാണ്. എനിക്ക് തോന്നുന്നു അരബിന്ദോ ഫാർമയ്ക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും പല കമ്പനികളും, ഇത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോരുത് കേട്ടോ, പല ഫാർമ കമ്പനിക്കും UAE റാസൽ കൈമയിൽ ഫെസിലിറ്റി ഉണ്ട്. ബട്ട് നമ്മൾ ഇന്ത്യൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, റാസൽ കൈമയിൽ പല ഫാർമ കമ്പനീസിനും അവർക്ക് യൂണിറ്റ് ഉണ്ട്. ഈ റാസൽ കൈമയിൽ നിന്നും ഇവർക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു പ്രോബ്ലം വരുന്നത് വെച്ചാൽ, ഇത് US മാനുഫാക്ചറിങ് തുടങ്ങിയോ റാസൽ കൈമയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഈ ഫോറിൻ കറൻസി എന്താവും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് നിൽക്കുന്നു. കാര്യം ഇന്ത്യയിൽ നിന്ന് അത് എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ള രാജ്യങ്ങൾ. ഒരു കൺട്രി എന്ന രീതിയിൽ അത് ചിലപ്പോൾ ഒരു ബെനിഫിഷ്യൽ ആയിട്ട് വന്നേക്കാം. ബട്ട് ബിസിനസ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു കമ്പനി എന്നുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഞാൻ ഇതേപോലെ പറഞ്ഞു, 2 ആഴ്ച മുമ്പേ തന്നെ സിപ്ലയുടെ സിഇഒയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, വി ആർ ഇവാലുവേറ്റിംഗ് ദ ഓപ്ഷൻസ്. അമേരിക്ക അങ്ങനെ ഒരു റൂള് കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ കൂടുതൽ റെസ്പിറേറ്ററി ഐറ്റംസ് ആണ് സിപ്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കപ്പാസിറ്റീസ് അവിടെ റെഡിയാണ് US, സൺ ഫാർമയും അതേപോലെ തന്നെ. സോ വി ക്യാൻ കേറ്റർ ടു ദ അമേരിക്കൻ പബ്ലിക് ഓർ അമേരിക്കൻ കമ്പനീസ് ഫ്രം ദ ലാൻഡ് ഓഫ് അമേരിക്ക ഇറ്റ്സെൽഫ് എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഇമ്പാക്ട് പെരിഫറിയിൽ ഉണ്ടാവുമെങ്കിൽ പോലും എങ്കിലും വലിയ കമ്പനീസ് അത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ. ഏതായാലും ഇപ്പോൾ RBIയുടെ മീറ്റിംഗ് തുടങ്ങാൻ ഒരു 5 മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതുകൂടി വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യേണ്ടതുണ്ട്. സർ, ഇപ്പം RBIയുടെ ഒരു യോഗത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു 2 മാസം മുമ്പുള്ളൊരു
മാക്രോ സ്റ്റേറ്റിലല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം 2 മാസം മുമ്പ് നോക്കുമ്പോഴത്തേനും നമുക്കിപ്പോൾ അതായത് ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്, അവരുടെ ഒരു ടോളറൻസ് ലെവൽ 4% എന്നൊരു ടോളറൻസ് ലെവലിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു 2 to 6% അകത്തേക്ക് ഇൻഫ്ലേഷൻ എത്തുന്നുണ്ട്. കോർപ്പറേറ്റ് റിസൾട്ട്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മോഡറേറ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന നിലയിലേക്ക്. പക്ഷേ 2 മാസങ്ങൾക്കിപ്പുറം 2026 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി മാറിയൊരു സ്റ്റേറ്റിലേക്കാണ്, ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ RBI മോണിറ്ററി പോളിസിയുമായി എത്തുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും, എന്തായാലും 25 ബേസിസ് പോയിന്റ്സ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അതല്ലാതെ മറ്റെന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും ഉള്ളത്? ഇതിൽ അല്ല, ഇപ്പോൾ 2 ദിവസം മുമ്പേ വന്നൊരു ന്യൂസ് ഉണ്ട്. ഇതൊക്കെ ഓരോ കാര്യങ്ങളുടെ പ്രീകർസറാണ്. നമ്മൾ എവിടുന്നോ പൊടുന്നനെ ഇന്ത്യൻ ഗവൺമെന്റ് കുക്കിംഗ് ഗ്യാസിന്റെ അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ കൺസ്യൂമർ ഗ്യാസിന്റെ പ്രൈസ് ഉയർത്തി. തീർച്ചയായിട്ടും ഈ ട്രംപിന്റെ ടാരിഫ് പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി ഉയർത്തി. പക്ഷെ അത് നമ്മൾ ജനങ്ങളിലേക്ക് തള്ളുന്നില്ല, നമ്മൾ ആ OMCs അത് അബ്സോർബ് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ കുക്കിംഗ് ഗ്യാസ് അങ്ങനെയല്ല, നേരിട്ട് ജനങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം അവിടെയാണ് കൂടുതൽ പൈസ ഗവൺമെന്റ് കിട്ടുന്നത്. ഈ ടാരിഫിന്റെ പോളിസീസ് അത് കാരണം ഗവൺമെന്റ് റവന്യൂസ് എഫക്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഫ്രണ്ട് ലോഡ് ചെയ്താണ് ഗവൺമെന്റ് നേരത്തെ തന്നെ അതിനൊരു പ്രൊവിഷൻ ഇട്ട് കുക്കിംഗ് ഗ്യാസിന് കൂട്ടി വച്ചിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാര്യം ഗവൺമെന്റ് റവന്യൂസും ഈ ടാരിഫ് കാരണം ഹിറ്റ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇതും കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ ഇന്ന് RBI പോളിസിയെ ഇന്ന് കാണുന്നത്. ഓക്കെ, ഈ RBI പോളിസിയിൽ ലാസ്റ്റ് 48 മണിക്കൂർ കൊണ്ട് US ബോണ്ട് ഈൽഡിൽ 37% ബിപ്സാണ് അപ്പായത്. ഓക്കെ, അതായത് ഇന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ജോബ്, നമ്മൾ ഇന്നലെ പറഞ്ഞത് ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്ററുടെ ജോബാണ് ഏറ്റവും വലിയ ടഫ്. ഇന്ന് മോണിറ്ററി പോളിസി അഭിമുഖീകരിക്കുന്ന RBI ഗവർണറിന്റെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും. കാര്യം ഇന്ന് ഇന്ത്യയുടെ മാത്രമല്ല, ന്യൂസിലൻഡിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്ന ബാങ്ക് ഓഫ് ന്യൂസിലൻഡ് മീറ്റിംഗും കൂടെയുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഈൽഡ് കർവ് സ്റ്റീപ്പസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഫെബ്രുവരി 2022 ശേഷം. ഇതൊരു വല്ലാത്ത ഒരു പെർപ്ലെക്സിംഗ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് RBI ഗവർണർ. അതായത് ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഒരു മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ടും തീർച്ചയായിട്ടും മോണിറ്ററി പോളിസി കട്ട് ചെയ്യണം. ഏതാണ്ട് മാർക്കറ്റ് 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു എക്സ്പെക്ടേഷൻ ബിൽറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ടാരിഫ് കൊണ്ടുണ്ടാവുന്ന എക്സ്റ്റേണൽ ഇമ്പാക്റ്റിനെയും കൂടെ കണക്കിലെടുക്കണമെന്നുള്ള കാര്യം. ഓയിൽ പ്രൈസസ് ഒക്കെ താഴെ വന്നു, ശരി തന്നെയാണ്. പക്ഷേ ഈ ഓയിൽ പ്രൈസസ് താഴെ വന്നു, അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കമ്മോഡിറ്റീസ് ഒക്കെ ഹിറ്റ് ചെയ്യുമ്പോഴും പല കമ്പനികളുടെയും കാര്യങ്ങൾ ഡിമാൻഡിന്റെ കാര്യത്തിൽ പല വ്യത്യാസങ്ങളും വന്നേക്കാം. അപ്പോൾ ഈ പറയുന്ന പോലെ 25 ബേസിസ് പോയിന്റ്സ് എന്തായാലും നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ കട്ട് എക്സ്പെക്ട് ചെയ്തേക്കാം. 50 ബേസിസ് പോയിന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നവരും കൂടി മാർക്കറ്റിൽ ഉണ്ട് ഓപ്റ്റിമിസ്റ്റിക് രീതിയിൽ. കാര്യം ഇതാണ് ഇപ്പോൾ സെന്റിമെന്റൽ ചേഞ്ചിന് ആവശ്യം എന്ന് വിശ്വസിക്കുന്നു. ഒരു 35 ബേസിസ് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ അതിശയിക്കാനില്ല എന്നുള്ള രീതിയിലാണ് എനിക്കൊരു റീഡിംഗ് പോകുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന RBIയുടെ സ്റ്റാൻസ് എന്താണ്, ന്യൂട്രലിൽ നിന്ന് അക്കോമഡേറ്റീവ് ആയിട്ട് മാറോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം, ഓയിൽ ഇപ്പൊ $61 ട്രേഡ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? $61 ട്രേഡ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ പോപ്പുലർ പെർസെപ്ഷൻ എന്താ, ബ്രന്റ് ക്രൂഡ് താഴേക്ക് കുറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നല്ലതാണ്, എവറിത്തിങ് റിമൈനിങ് കോൺസ്റ്റന്റ്, അതാണ് നല്ലത്. ബട്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ റിസ്ക് ഓൺ റിസ്ക് ഓഫ് ട്രേഡ് എന്ന് പറയില്ലേ, ക്രൂഡും കമ്മോഡിറ്റിയും താഴെ പോവുകയാണെങ്കിൽ അത് ഇക്വിറ്റി വാല്യുവേഷൻ നെഗറ്റീവാണ്. ഇവർ തമ്മിലുള്ള പോസിറ്റീവ് കോറിലേഷൻ വളരെ ഹൈ ആണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല. കാര്യം എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് പോകുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റും താഴെ പോണേ, കമ്മോഡിറ്റി പ്രൈസും പോകുന്നത്, ക്രൂഡും താഴേക്ക് പോകുന്നത് എന്നുള്ള. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ക്രൂഡിന്റെ ഫോളിനെ നമ്മൾ എപ്പോഴത്തെയും കാണുന്ന പോലെ രീതിയിൽ നമ്മൾ കാണരുത് എന്നുള്ളത്, പോസിറ്റീവായിട്ട് കാണരുത് എന്നുള്ളത് പറഞ്ഞു വെച്ചേക്കുന്നു. കാര്യം ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ ഈ ക്രൂഡ് ഇൻപുട്ടായിട്ട് വരുന്ന കമ്പനികളുണ്ടല്ലോ, പെയിന്റ് കമ്പനീസ്, സിമെന്റ് കമ്പനീസ്, ഫാർമ കമ്പനീസിന്, ഇവർക്കൊക്കെ ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരും. ബട്ട് ഇത് കൂടാതെ മെറ്റൽ ആൻഡ് കമ്മോഡിറ്റി കമ്പനീസിന് ഇത് വളരെ നെഗറ്റീവാണ്. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ് ഒരു സ്ഥലത്ത് വരണോ അത് മറ്റേ സ്ഥലത്ത് ഓഫ്സെറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എസ്പെഷ്യലി ഈ ടാരിഫും അൺസർട്ടനിറ്റിയും കറങ്ങി നിൽക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഐഡിയലി ശരിയാണ്, ക്രൂഡ് താഴെ പോവുക, എനർജി പ്രൈസ് താഴെ പോകുക എന്ന് വെച്ചാൽ ഇന്ത്യ ബീങ് എ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് എനർജി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരാം. ബട്ട് ഇപ്പോൾ ഒരു ക്രൈസിസ് ഓഫ് കോൺഫിഡൻസിലാണ് US ഓയിൽ താഴേക്ക് പോകുന്നത്, അല്ലാണ്ട് ഡിമാൻഡ് ബേസ് ചെയ്തിട്ടല്ല. ഡിമാൻഡ് ബേസ് ചെയ്തിട്ട് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബെനിഫിഷ്യൽ ആണ്. ബട്ട് ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ്, അതായത് എവിടെയൊക്കെയോ മാർക്കറ്റിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും ആ ഒരു കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ട്, നെഗറ്റീവ് സെന്റിമെന്റ്സിൽ ഉള്ളതുകൊണ്ടാണ് ഇത് വരുന്നതെങ്കിൽ അതും കൂടെ. അപ്പൊ ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ മോണിറ്ററി പോളിസിയെ കാണാൻ. ഇറ്റ് ഈസ് ടഫ് ആൻഡ് ഹാർഡ് ടു ബി ആൻ RBI ഗവർണർ ടുഡേ. ഈ പലരും പല എക്സ്ട്രീം ലെവൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്ട്രി, ഇതേപോലെ RBI, ഇതെല്ലാം
വളരെ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ബട്ട് ഇപ്പോഴും മനസ്സ് എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ വെറുതെ പറഞ്ഞു, ഐ വിൽ നോട്ട് ബി സർപ്രൈസ് ഇഫ് മാർക്കറ്റ് ക്ലോസസ് ഇൻ ഗ്രീൻ ടുഡേ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ദിവസം ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ന്യൂസ് വരുന്നപ്പോഴാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഇത് ഞാനൊരു വൈൽഡ് ഗെസ്സാണ് പറയുന്നത്. ഐ റിസർവ് മൈ റൈറ്റ് ടു ഗോ റോങ്. ഞാനിത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇവിടുത്തെ ഞാൻ ഒരു കാര്യം പറയാം, ഏതാണ്ട് ഒരു ആശ്വാസം എനിക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു ഈ 10 മണി സമയത്ത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു 25 ബേസ് പോയിന്റ്സിന്റെ കട്ടാണ് വന്നിരിക്കുന്നത്. 6% റിപ്പോ റേറ്റ് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് STFലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 5.75 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുക. സർ, പ്രതീക്ഷിച്ചതുപോലെ എത്തിയിട്ടുണ്ട്. പക്ഷേ RBI ആ പറഞ്ഞതുപോലെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് ടാർഗറ്റ് നിലയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്റ്റാൻസിൽ ഒരു വ്യത്യാസം വരുത്താനായിട്ട് RBI തയ്യാറായിട്ടുണ്ട്. ന്യൂട്രലിൽ നിന്ന് അക്കോമഡേറ്റീവ് സ്റ്റാൻസിലേക്ക്, അതായത് അല്പം കൂടി ഒരു ഡോവ് സ്റ്റാൻസിലേക്കാണ് എത്തിയിരിക്കുന്നത്. സെറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിന്നിപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് മൂവ്മെന്റ്സിനെ വിലയിരുത്താനായിട്ട് നമ്മളോടൊപ്പം ഇവിടെ ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ കൂടി ചേരുകയാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും ഇന്നിപ്പോൾ റിപ്പോ റേറ്റിൽ വന്ന് റേറ്റ് കട്ട് ഉണ്ടായിരിക്കുകയാണ്. ഒരു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു 0.25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കുകയാണ്. 6% എത്തിയിരിക്കുകയാണ്. എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് മൊമെൻറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. വീണ്ടും ആ ഒരു ഓൾറെഡി അതൊരു ഡിസ്കൗണ്ടഡ് നിലയിലേക്കാണ് പോയിരിക്കുന്നത്. മാർക്കറ്റിനെ എങ്ങനെയായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ബാധിക്കുക? അതിൽ എനിക്ക് ആ പറഞ്ഞ കാര്യത്തിനോടൊപ്പം എനിക്ക് യോജിപ്പില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റി ഒക്കെയും നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുകയായിരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് സെറ്റപ്പ് നിലനിൽക്കുന്നുണ്ട്. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 50,900 പോയിന്റ് 50,900 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ ബാങ്കിലൊക്കെ നമുക്കൊരു എൻട്രി അവസരം ലഭിക്കും. നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്സ് സ്റ്റഡി ചെയ്യണം, അതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആകുക. ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നേരിയ തോതിൽ ചില സ്റ്റോക്സിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഏർലി ഡേയ്സ് ഹിയർ. സർ, അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം സുരേഷ് സാറിലെ കൂടി വരേണ്ടതുണ്ട്. സുരേഷ് സാർ, ഇന്നിപ്പോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ പ്രദീപ് സാറിൻ്റെ തന്നെ വാക്കുകൾ കടം കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അതിന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ എനിക്ക് ഒരല്പം കൂടി ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നത് FMCG ഓഹരികൾ പലതിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിട്ടുണ്ട്. മറ്റ് സെക്ടേഴ്സൊക്കെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കുമ്പോൾ പോലും വളരെ ഈസി ആയിട്ട് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത് FMCG ആണ്. ഏകദേശം ഒരു 1% മുകളിലുള്ളൊരു നേട്ടത്തിലേക്ക്, അതായത് ഇന്ന് മാർക്കറ്റ് മറ്റ് സെക്ടേഴ്സ് എല്ലാം തന്നെ ഇടിവിൽ നിൽക്കുമ്പോൾ പോലും FMCGയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൺസംഷൻ ബേസ്ഡ് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് FMCG എന്ന് പറയുന്നത്. ഓൾറെഡി സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡിമാൻഡ് സൈഡിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കും. പക്ഷേ അതൊന്നും കമ്പനികളെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്ന തരത്തിലാണ് ഇന്നിപ്പോൾ മൂവ്മെൻറ്റ് കാണുന്നത്. എന്തായിരിക്കും പ്രധാനമായിട്ടും FMCG ഒരു കമ്പനികളുടെ ഒരു റിയാക്ഷൻ? ഇതിനകത്ത് ഇപ്പോൾ RBIയുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മിനിറ്റുകൾക്കകം RBI ഗവർണറിന്റെ പ്രസ് മീറ്റിംഗ് വരും. ആ മീറ്റിംഗിലായിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത്. നമുക്കിപ്പോൾ ലൈവ് പ്രോഗ്രാം നടത്തുന്നതുകൊണ്ട് നമുക്ക് ആ ഇന്റർവ്യൂ കേൾക്കാനുള്ള ഒരു നിർവാഹം നമുക്കില്ല. ബട്ട് ഈവൻ ദെൻ വന്ന ഹെഡ്ലൈൻ അനുസരിച്ച് നമ്മുടെ മുന്നിൽ കാണുന്നത് യുനാനിമസ്ലി, അതായത് അതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. സാധാരണ അതിനകത്തൊരു വോട്ടിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ യുനാനിമസ്ലി അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വി ആർ വോട്ടിംഗ് ഫോർ എ 25 ബേസിസ് പോയിന്റ്സ് കട്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറയുന്നു ഫുഡ് പ്രൈസസിന്റെ ഇൻഫ്ലേഷൻ താഴേക്കാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഗ്ലോബൽ എക്കണോമിയുടെ കാര്യത്തിൽ ഞങ്ങൾ കോഷ്യസ് ആണെന്നുള്ളതും കൂടെ അവർ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ FMCG സെക്ടറിന് അല്ലെങ്കിലും ഒരു ഒരു ടെയിൽ വിൻഡ് ഉണ്ടായിരുന്നു. അതായത് ഇൻകം ടാക്സ് റേറ്റ് കട്ട് ആപ്ലിക്കബിൾ ആയി, അതുകൊണ്ട് ഒരുപാട് കൺസംഷൻ വരുന്നു വിചാരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇതാ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ലോൺ എടുത്തിട്ടുണ്ടോ ഇനി ഒരു ദിവസത്തിനുള്ളിൽ ആ ലോണിലൊക്കെ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയോ അല്ലെങ്കിൽ ആ ലോണിൻ്റെ ഈ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ പേയ്മെൻറ്റ് കുറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മോർ ഹാൻഡ്സ് ഇൻ the hands of the people, more money in the hands of the people എന്നുള്ള കൺസിഡറേഷനിലേക്ക് വരുമ്പോൾ FMCGക്ക് നന്നാവും എന്നുള്ളൊരു വിശ്വാസം അതിനകത്തുണ്ട്. മൂന്നാമത് ഗ്ലോബൽ ലെവലിൽ ഈ പറയുന്ന പോലെ ഈ FMCG സ്റ്റോക്കിന് ബെനിഫിഷ്യലാണ്. ബിക്കോസ് അവർ കൂടുതൽ പേരും ഈ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സ് ഓഫ് അവരുടെ റോ മെറ്റീരിയലിൽ ഈ
ക്രൂഡ് താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ബെനിഫിഷ്യൽ ആയിട്ട് വന്നേക്കാം. അത് FMCG കമ്പനീസിന് മാത്രമല്ല, FMCG റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജിങ് കമ്പനീസിനും ഒക്കെ കൺസംഷൻ സ്റ്റോറിക്ക് അത് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സേഫ് ഹെവനായിട്ട് നമ്മൾ പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റോക്സും FMCG സ്റ്റോക്സും എന്നൊക്കെയാണ് നമ്മളൊരു എക്സ്പേർട്സ് ആയിട്ടുള്ളവരാണ്. ഇപ്പോൾ പ്രദീപിൻ്റെ തന്നെ ചാർട്ട് അനാലിസിസിൽ ഇപ്പോൾ ഈ ബാങ്കിങ് സ്റ്റോക്സ് ഒരു ഫേവറബിൾ ആയിട്ടാണ് പ്രദീപ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ന്യൂ മണി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മണി ഈ മെറ്റൽസ് അല്ലെങ്കിൽ വെരി എക്സ്പോർട്ട് സെൻസിറ്റീവ് സെക്ടറിൽ നിന്ന് സെല്ല് ചെയ്തിട്ട് മേ ബി ഒരു FMCG സ്റ്റോക്സിൽ കയറിപ്പോകുന്ന ഒരു പ്രത്യേകതയായിരിക്കാം നമ്മളിപ്പോൾ കാണുന്നത് എന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഈ പറഞ്ഞ പോലെ 25 ബേസിസ് പോയിന്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഒരുപാട് ചിയർ ചെയ്യാനുള്ള സംഭവമൊന്നും അതിനകത്തില്ല. ഒരുപാട് 50 ബേസിസ് പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ കാര്യം അതിലെന്താണെന്നറിയോ, ഒരു കാര്യം കൂടെ ചേർത്ത് പറയണം പ്രദീപിന് മുമ്പേ. അതായത് ഇപ്പോൾ കൊറിയൻ മാർക്കറ്റ് ഉണ്ടല്ലോ, കൊറിയൻ എക്കണോമിയൊക്കെ അവരുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ഒരു സ്റ്റിമുലസ് പാക്കേജ് കൊടുത്തു എന്നുള്ള. അതായത് അവരെ ഓട്ടോമൊബൈൽ ആണല്ലോ, ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സും ഈ LG, സാംസങ്, ഹ്യുണ്ടായി അല്ലെങ്കിൽ കിയ ഇതൊക്കെയാണല്ലോ അവരുടെ വലിയ വലിയ കമ്പനികൾ, എക്സ്പോർട്ടിംഗ് കമ്പനീസ്. അങ്ങനത്തെ കമ്പനികളെ സപ്പോർട്ട് ചെയ്യാനുള്ള പാക്കേജസ് ആയിട്ട് അവർ വന്നു തുടങ്ങി. പല എക്കണോമീസും അവരുടെ ഡൊമസ്റ്റിക് എക്കണോമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ ഇനിഷ്യേറ്റീവ്സ് വന്നു തുടങ്ങി. ഇന്ത്യൻ ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. അവർ റൈസ് ആർ മോർ വിത്ത് ദ പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ ആൻഡ് ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ. എന്തെങ്കിലും അതിന് ട്രേഡ് ടോക്കൊക്കെ ഒരു സൈഡിൽ നടന്നോട്ടെ, എന്തെങ്കിലും സ്റ്റിമുലസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജോ നമുക്ക് തരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ നമുക്കൊരു കോൺഫിഡൻസോ ഒരു ഒരു ആശ്വാസം തരുന്ന എന്തെങ്കിലും വാക്കുകളാണ് നമുക്കിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ 25 ബേസിസ് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് എടുത്തേക്കാം. മേ ബി ഇൻഡിസസിൽ തന്നെ എനിക്കൊരു 100, 110 ഒക്കെ വന്ന് അല്ലെങ്കിൽ 90 ഒക്കെ വന്നത് ഏതാണ്ട് 171 പോയിന്റ്സ് നിഫ്റ്റിയിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബട്ട് ഈവൻ ദെൻ നമുക്ക് ഇറ്റ് ഈസ് ഏർലി ഡേയ്സ് ആസ് പ്രദീപ് സെഡ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫൈൻ പ്രിന്റ് ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ദ ഗവൺമെന്റ് is going to do. പ്രദീപ് സാറിലേക്ക് വരികയാണ്. പ്രദീപ് സാർ, ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് FMCG സെക്ടറിൽ നമുക്കിപ്പോൾ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. നിലവിൽ ആ ഒരു മൂവ്മെൻറ്റിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് ഒരു തോത് കുറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ഒരു 0.7% ഒരു നേട്ടം എന്ന നിലയിലേക്കാണ് FMCG എത്തിയിരിക്കുന്നത്. FMCG സെക്ടറിലുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? അനില, നമ്മൾ FMCG സെക്ടർ നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ 2-3 സെഷൻസിൽ തന്നെ നമുക്ക് FMCG സെക്ടറിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഞാനൊരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി പല FMCG സ്റ്റോക്സിന് ഓൾറെഡി ഒരു നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ നിൽക്കുന്നുണ്ട്. ആൻഡ് ഒരുപക്ഷെ വരും സെഷൻസിൽ എനിക്ക് ചില ബുള്ളിഷ് ട്രിഗേഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ഒരു ചാൻസസും ഉണ്ട്. സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിഫ്റ്റിയുടെ FMCG സെക്ടറിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ FMCG ഇൻഡെക്സ് അറൌണ്ട് 58,500 റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം. നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നമുക്ക് FMCG മേഖലയിൽ നൽകിയിരിക്കുന്നത് ഇറ്റ് ഇസ് ടാറ്റ കൺസ്യൂമർ. ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നൽകിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ഈവൻ ദ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഒരു അവസരം ലഭിക്കും. അതുപോലെ തന്നെ 2 FMCG സ്റ്റോക്സ് വിച്ച് അണ്ടർ പെർഫോം ട്രെമൻഡസ്ലി. ആദ്യത്തെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതിനോടൊപ്പം എനിക്ക് എടുത്തു ചേർത്ത് പറയാനുള്ളത് ഇറ്റ് ഇസ് കോൾഗേറ്റ് ആൻഡ് ഓഫ് കോഴ്സ് നെസ്ലെ. ബട്ട് കോൾഗേറ്റിന്റെ കേസിലും എസ്പെഷ്യലി ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിലും എനിക്ക് തോന്നുന്നത് അതൊരു ബോട്ടമിംഗ് ഔട്ട് നടക്കുന്നുണ്ട്, ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. സെല്ലിംഗ് പ്രഷറെ കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് ഈ 2 സ്റ്റോക്സിലും കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് അഗെയിൻ ഇത് ഡയറക്റ്റ് FMCG എന്ന് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾസോ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു റിയാലിറ്റി സെക്ടർ, ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് ബർജർ പെയിന്റ്സ് മുതലായ സ്റ്റോക്സിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില ഓൾമോസ്റ്റ് ഒരു $72 നിന്ന് $57 ഇടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ. ആൻഡ് നാച്ചുറലി ടയർ മേഖല, അതുപോലെ തന്നെ പെയിന്റ് മേഖല മുതലായ സ്റ്റോക്സിനൊക്കെ അത് വളരെ ബെനിഫിഷ്യലാണ്. സോ വാട്ട് വി ഹാവ് ടു ലുക്ക് അറ്റ് ഇസ് വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രത്തോളം കട്ട് ചെയ്യുന്ന സമയത്ത് ലെറ്റ് us വെയിറ്റ് ഫോർ ദ RBI ഗവർണർ ടു അനൗൺസ് ദ ഫർദർ ഫൈൻ പ്രിന്റ്. അതിനുശേഷം സൂരജും സൂചിപ്പിച്ചതുപോലെ നമുക്കിത് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റിംഗ് തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം.
സർ അതിനോടൊപ്പം തന്നെ മറ്റൊരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സർവീസ് ആണ്. ഇപ്പോൾ സർ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ടുന്ന ഒരു സെക്ടറാണ് ഫൈനാൻഷ്യൽ സർവീസ്. ഒരു പക്ഷേ ബാങ്കിനേക്കാളും അല്പം കൂടി ഒരു റേറ്റ് കട്ട് പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു മേഖലയാണ് NBFC എന്ന് തോന്നുന്നു. നിലവിൽ NBFCയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 0.5% മുകളിലൊരു ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക അല്ല പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ 4-5 ആഴ്ചക്കിടെ നമുക്ക് ഔട്ട് പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയാനുള്ള ചോളമണ്ഡലം ഫിനാൻസ്, L&T ഫിനാൻസ്, ബജാജ് ഫിനാൻസ് മുതലായ സ്റ്റോക്സ് ഒക്കെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് നല്ല ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് 23,500 പോയിന്റ് ഫോം ചെയ്തിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് എങ്കിലും ഈ കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 24,450 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സാർ ഇപ്പം ബാക്കിയുള്ള എസ്റ്റിമേഷൻസ് കൂടി എത്തുകയാണ്. ഇൻഫ്ലേഷൻ എസ്റ്റിമേറ്റ് എത്തുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ GDP എസ്റ്റിമേറ്റും എത്തുന്നുണ്ട്. ഇപ്പം FY 26 GDP എസ്റ്റിമേഷൻ കുറയ്ക്കാനാണ് തയ്യാറായിരിക്കുന്നത്. അതായത് 6.7% ആയിരുന്നു ഫെബ്രുവരിയിൽ നൽകിയിരുന്നത് ആ ഒരു പ്രൊജക്ഷൻ എങ്കിൽ അത് ഇപ്പോൾ 6.5% കുറച്ചിരിക്കുന്നത്. ഒപ്പം ഇൻഫ്ലേഷൻ്റെതും കുറച്ചിട്ടുണ്ട്. അതായത് GDPയും കുറച്ചിട്ടുണ്ട്, GDP എസ്റ്റിമേഷനും കുറച്ചിട്ടുണ്ട്, ഇൻഫ്ലേഷൻ എസ്റ്റിമേറ്റും കുറച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു GDP എസ്റ്റിമേറ്റ് കുറയ്ക്കുക എന്നതിനർത്ഥം ഒരു സമീപകാലത്തിൽ ആശങ്ക നിലനിൽക്കുന്നു എന്നൊരു ഇൻഡയറക്റ്റ് മെസ്സേജ് അല്ലേ തരുന്നത്? അല്ല, ഇൻഫാക്ട് ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. ഐ എം എക്സ്ട്രീംലി സോറി, ഞാനത് പറയുന്നത് എൻ്റെ ഓപ്റ്റിമിസം ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മനസ്സിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഗോൾഡ്മാൻ സാക്സ്, മക്വാരി, മെർലിഞ്ച്, ബാങ്ക് ഓഫ് അമേരിക്ക, CLSA എന്ന് വേണ്ട ഇന്ത്യൻ ബ്രോക്കറേജസും ഫോറിൻ ബ്രോക്കറേജസും എല്ലാവരും പറഞ്ഞത് വി ആർ ഫാക്ടറിങ് ഇൻ 100 basis points to 50 basis points cut in India's GDP എന്നാണ് അല്ലേ. അതായത് 50 മിനിമം, 100 ആവാം, എത്ര വേണമെങ്കിലും ആവാം എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇന്ന് RBI ആഫ്റ്റർ കൺസൾട്ടേഷൻ ആസ് ഓഫ് നൗ ആസ് വി സ്പീക്ക് 6.7 6.5 ആയിട്ട് 0.2 മാത്രമല്ല. അതായത് ബാക്കി എല്ലാവരും പറഞ്ഞ് ഏതാണ്ട് 50 basis points മിനിമം വരുന്നുള്ളതാണ്. എനിക്കത് വളരെ എൻകറേജിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ദാറ്റ് ഇസ് ഓൺ വൺ സൈഡ്. Of course, when global economy is like this, it is rest assured India will also face the brunt. അതുകൊണ്ട് തീർച്ചയായിട്ടും GDP-യിൽ ഡിപ്പ് വരും. ഹൗ ഫാർ അല്ലെങ്കിൽ ഹൗ ബിഗ് വിൽ ദാറ്റ് ഇമ്പാക്ട് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ആശ്വാസകരമാണ് ഈ RBIയുടെ റീഡിംഗ് എന്നുള്ള കാര്യം എനിക്ക്. അല്ലെങ്കിൽ ഈ RBI വളരെ കൺസർവേറ്റീവാണ്. ആ കൺസർവേറ്റീവ് ആയിട്ടുള്ള RBIയുടെ ഡെലിഗേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് 6.7 6.5 വരെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വളരെ എൻകറേജിംഗ് ആണ്. രണ്ടാമത്, ആസ് യു റൈറ്റ്ലി സെഡ്, ഇൻഫ്ലേഷന്റെ കാര്യത്തിലും FY 26 4.2% 4 ആയിട്ട് കുറയും. സോ വാട്ട് ഡസ് ഈ 6.5% GDP ഗ്രോത്ത് ആൻഡ് 4% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറയാനാണ് ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പം ഞാൻ തന്നെ നമ്മൾ രാവിലെ ഞാൻ പല പാരാമീറ്റേഴ്സ് നോക്കിയപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇന്ത്യയുടെ കൺട്രോൾഡ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോൾഡ്, ഇൻഫ്ലേഷൻ കൺട്രോൾഡ് നൗ, GDP ഗ്രോത്ത് ഓക്കെ, വി ആർ സ്റ്റിൽ ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ളത് 6.5 എന്നുള്ളത് നല്ലൊരു ഫിഗറാണ്. ഫോറക്സ് റിസർവ്സ് അഡിക്വേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ബാങ്കിങ് സിസ്റ്റം വെൽ ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ഗവൺമെന്റ് സ്റ്റേബിൾ ഗവൺമെന്റ് ഇസ് അറ്റ് ദ സെന്റർ. ഓക്കെ, ഫോറക്സ് റിസർവ് ഹെൽത്തി റിസർവ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഗോൾഡ് ഇനഫ് റിസർവ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഗവൺമെന്റ് ഡെപ്റ്റ് വെൽ വിത്തിൻ ഡിഫൈൻഡ് ലിമിറ്റ്സ് തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ എ ഗ്ലൈഡ് പാത്ത് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് ഹെൽത്തിയാണ്. ഇതിൽ കൂടുതൽ ഒരു എക്കണോമിക്ക് എന്താ വേണ്ടത്? ഞാനിത് ജനങ്ങളോടോ ഇൻവെസ്റ്റേഴ്സിനോ പോസിറ്റീവ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല. റെസ്റ്റ് അഷ്യൂർഡ്, ലോകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് ഒരു ഗ്ലോബൽ ലെവലിൽ നമുക്കൊരു ഇമ്പാക്ട് നടത്തണമെങ്കിലും ഡൊമസ്റ്റിക് എക്കണോമി കണ്ടിന്യൂസ് ടു സ്റ്റേ സ്ട്രോങ് എന്നുള്ളതാണ്. അതിൽ RBI കമൻട്രിയും കൂടെ അതിനകത്ത് ആശ്വാസം തരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രദീപ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ FMCG സെക്ടറിൻ്റെ FMCG സ്റ്റോക്കുകളും അത് കൂടാതെ ബാങ്കിങ് സ്റ്റോക്കുകളും നൽകുന്നത് ഡൊമസ്റ്റിക് എക്കണോമി ഈസ് ഓൺ എ സ്ട്രോങ് വിക്കറ്റ് എന്നുള്ളതാണ്, ഓൺ കമ്പാരിറ്റീവ് ബേസിസ് എന്നുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കൊരു ഓപ്റ്റിമിസം ഇതിനകത്ത് വരുന്നതെന്നുള്ളൂ? മാർക്കറ്റും നിഫ്റ്റിയുടെയും ഇന്നത്തെ ഇൻഡിക്കേഷൻ ഒന്നും അല്ല. ഇഫ് ദ ഗേൾ ഈസ് ഗുഡ് സ്വീറ്റർ വിൽ കം, പെൺകുട്ടി കൊള്ളാമെങ്കിൽ വരൻ വരും എന്ന് പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു എക്കണോമി ഇത്രയും ടർമോയിൽ ഉള്ളപ്പോൾ ഈ റിസ്ക് ക്യാപിറ്റൽ എവിടേക്കായിരിക്കും പോണേ?
ഗ്രോത്ത് ഉള്ള കൺട്രിയിലേക്കും സ്റ്റേബിൾ ആയിട്ടുള്ള Risk കൺട്രിയിലേക്കുമാണ് കുറഞ്ഞ പോണത്. റിസ്ക് സ്ഥലങ്ങളിലേക്കാണ് കുറഞ്ഞ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എക്കണോമി സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുമാണ് പോണത്. ഇപ്പൊ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ അസംബ്ലിയിലുള്ള ഒരു സ്പീച്ച് ഞാൻ ഇന്നലെ കാണാനുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ US ഇമ്പോർട്ട്സിന് വെച്ചിരിക്കുന്നത് 0% ആണ്, എന്നിട്ട് നമുക്ക് പോലും 10% തന്നു എന്നുള്ളതാണ്. ബട്ട് ഇന്ത്യൻ പീയൂഷ് ഗോയലിന്റെ ഇന്നലെ ഒരു ബ്ലൂംബർഗിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടോ, ഞാൻ അത് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തപ്പോൾ ഹി സീംസ് ടു ബി വെരി കോൺഫിഡൻറ്റ്. ഹി സേസ് ദാറ്റ് ഇപ്പോഴാണ് ഒരു ഫെയർ ഫീൽഡ് വന്നത്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത്രയും നാൾ ചൈനയെക്കുറിച്ച് അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടാണ് പറഞ്ഞത്. ചൈന ഡിസ്റപ്റ്റ് ചെയ്തൊരു സിസ്റ്റം ആയതുകൊണ്ട് US വാസ് ഫോഴ്സ് ടു ടേക്ക് ദിസ്. അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് മാറി ഫെയർ ട്രേഡിലേക്ക് ലോകം വരികയാണെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്ക് ഇത് ബെനിഫിഷ്യലാണ്. ഇന്ത്യയുടെ കോർപ്പറേറ്റ്സ് ഇത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കോൺഫിഡൻസ് ആണ് അദ്ദേഹം തന്നത്. എന്നിട്ട് ബ്ലൂംബർഗിൻ്റെ ഹോസ്റ്റ് ചോദിക്കുകയും ചെയ്തു കേട്ടോ, നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളായിട്ടും US ആയിട്ടുള്ള ട്രേഡ് ടാരിഫ് എന്തായി എന്ന് വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾ എല്ലാ കാര്യവും പബ്ലിക്കായിട്ട് ഒരു പ്രസ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചിരിയോടെ പറഞ്ഞത് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ കുറേ പെയിൻ ഉണ്ട്, നമുക്കറിയാം. ഞാൻ ഈ പറയുന്ന പോസിറ്റീവ്സ് വെച്ചാൽ ഓഫ് കോഴ്സ് ഇത് മാർക്കറ്റ് എവിടെയെങ്കിലും ഒക്കെ തിരിയും, അതുവരെ നമുക്ക് ഒരു പെയിനിൽ കൂടെ പാസ് ഓൺ ചെയ്യും. ഒരുപാട് പേർക്ക് ഇത് നഷ്ടമായിട്ട് വന്നേക്കാം. ഞാൻ ഹോൾഡ് ചെയ്യണ സ്റ്റോക്കും നിങ്ങൾ ഹോൾഡ് ചെയ്യണ സ്റ്റോക്കും ഒക്കെ ഇപ്പം എന്താ പറയുക, ഒരു പേപ്പർ ലോസിലായിരിക്കും നമ്മൾ കാണുന്നത്. ബട്ട് ദെയർ വിൽ ബി ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള പ്രദീപിനും ഇത് തന്നെയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാനും പ്രദീപും ഒക്കെ ഏതാണ്ട് 25-30 കൊല്ലത്തിൽ കൂടുതലായി മാർക്കറ്റിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പല സൈക്കിൾസും കണ്ടിട്ടുണ്ട്. സംവെയർ ഡൗൺ ദ ലൈൻ ദ നെഗറ്റീവ് ന്യൂസ് ഹാസ് ടു എൻഡ് അല്ലേ, അതിൻ്റെ ഏതാണ്ട് അടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഹോൾഡ് യുവർ ഹോഴ്സസ്, ഐ തിങ്ക് ഗുഡ് ടൈംസ് ആർ യെറ്റ് ടു കം. സർ പ്രദീപ് സാറിലേക്ക് കൂടി വരികയാണ്. സർ പ്രദീപ് സർ, സർ ഇപ്പം സൂരജ് സാർ സൂചിപ്പിച്ച GDPയുടെ ആ ഒരു എസ്റ്റിമേഷൻ കുറച്ചത് ഒരു പക്ഷെ ഒരു പോസിറ്റീവായിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഇത്രയധികം ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നു, താരിഫ് ഭീതി നിലനിൽക്കുന്നു, അത്തരത്തിലൊരു വലിയ മാക്രോ തലത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും 0.2% ഒരു എസ്റ്റിമേഷനിൽ കുറവ് വരുത്താനാണ് RBI തയ്യാറായിരിക്കുന്നത്. ഈ ഒരു GDP എസ്റ്റിമേഷൻ ഉണ്ടായ ഒരു കുറവിനെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഡിസ്കൗണ്ട് ചെയ്യുക? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്. ഇതിലൊന്നിലും ഇന്ന് എനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്റ്റഡ് ലൈൻസിലായിരുന്നു. ഇൻഫ്ലേഷൻ താഴോട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു. GDP ഗ്രോത്ത് റേറ്റ് പ്രൊജക്ഷൻ തീർച്ചയായിട്ടും ഒരു ഡൗൺ സൈഡിലോട്ട് കറക്റ്റ് ചെയ്യുമെന്നും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. സൂരജ് പറഞ്ഞ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ എന്ന് പറയുന്ന വളരെ വാലിഡ് ഒരു പോയിന്റ്. അതിനോടൊപ്പം എനിക്ക് ആക്ച്വലി കൂട്ടിച്ചേർക്കാനുള്ളത് വിച്ച് ഐ തിങ്ക് സൂരജ് ഇന്ന് ചൂണ്ടിക്കാണിക്കാത്ത ഒരു വിഷയമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടെ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആയിരുന്നു നടന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് ഓയിലിന്റെ വില $72 നിന്ന് $57 താഴോട്ട് വന്നിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് ഫോർ ക്രൂഡ് ഓയിൽ ഇസ് ബെയറിഷ്. രണ്ടാമത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ എഗൻസ്റ്റ് ഓൾ മേജർ കറൻസീസ്, അതായത് ഡോളർ ഇൻഡെക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഡോളർ ഇൻഡെക്സ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കണ്ടമാനം താഴോട്ട് വന്നിട്ടുണ്ട്. 110 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഡോളർ ഇൻഡെക്സ് ഇന്ന് വെറും 101, 103 ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോളറിന്റെ കാഴ്ചപ്പാട് ലോങ് ടേം ഈസ് ബെയറിഷ്. ആൻഡ് നമ്മൾ ഇന്ത്യൻ റുപ്പി ആയിട്ട് അമേരിക്കൻ ഡോളർ കമ്പയർ ചെയ്യുമ്പോഴും ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിൽ $88, ഒരു ഡോളറിന്റെ വില 88 രൂപയായിരുന്നു. അത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ 85 രൂപ വരെ താഴോട്ട് വന്നിരുന്നു. കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ തിരിച്ചൊരു വീക്ക്നെസ് കാണുന്നുണ്ടെങ്കിലും ലോങ്ങർ ടേമിലോട്ട് ഞാൻ നോക്കുമ്പോഴേക്കും ഇന്ത്യൻ റുപ്പി വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു, ക്രൂഡ് ഓയിൽ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പോർട്ട് ബിൽസ് തീർച്ചയായിട്ടും കുറയാനാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഗോയിങ് ടു ഓൺലി ഹെൽപ്പ് ബ്രിങ് ഡൗൺ ഇൻഫ്ലേഷൻ. സർ ഇപ്പം പ്രദീപ് സാർ സൂചിപ്പിച്ചൊരു വാലിഡ് പോയിന്റ് ഡോളറിൻ്റെ ഒരു ഇടിവാണ്. ഒരു പക്ഷേ സർ ഇതിനു മുമ്പ് പലപ്പോഴും ഇതേ ഫോർത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രംപിനെ സംബന്ധിച്ചിട്ട് ഡോളറിൻ്റെ ഒരു ഡിവാലുവേഷൻ അതായത് ഒരു ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും ആ ഒരു ഡോളറിൻ്റെ വില ഇടുക എന്ന ട്രംപിൻ്റെ ഒരു ആവശ്യകതയാണ്. എന്നാൽ മാത്രമാണ് എക്സ്പോർട്ട് കാര്യമായ രീതിയിൽ ഇപ്പോൾ ഈ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫൊക്കെ കറക്റ്റായിട്ട് രീതിയിൽ അതൊരു കറക്റ്റ് ബാസ്ക്കറ്റിൽ വീടുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോളറിൻ്റെ വാല്യൂ ഇടിഞ്ഞേ പറ്റുള്ളൂ എന്നൊരു സ്ഥിതിയാണ്. ഈ ഒരു ഡോളറിൻ്റെ ഇടിവിനെ എങ്ങനെയായിരിക്കണം ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഹാൻഡിൽ ചെയ്യേണ്ടത്? അനില, ഞാനിപ്പോൾ ഡോളറിൻ്റെയും ഈ ഓയിലിൻ്റെയും മൂവ്മെൻറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് റീഡിങ് അതിലേക്ക് എടുക്കില്ല. കാര്യം വെച്ചാൽ വേൾഡിൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, അതായത് വി ഹാവ് ഗോട്ട് ഇനഫ് സ്റ്റഡി സെയിങ് ദാറ്റ് ഇപ്പോൾ ഐഡിയലി വെൻ എവറിത്തിങ് ഈസ് നോർമൽ
ക്രൂഡും എനർജി പ്രൈസസും താഴേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ പോലൊരു കൺട്രിക്ക് ബെനിഫിഷ്യലാണ്. കാര്യം അവർ എക്കണോമി ഈസ് എ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് എനർജി ആൻഡ് ഓയിൽ. ഓക്കെ, അതൊക്കെ നമുക്ക് ഒരുപാട് FMCG കമ്പനീസിനും ഒക്കെ ഇൻപുട്ടായിട്ട് വരുന്നുണ്ട്, അത് ബെനിഫിഷ്യലായിട്ട് വന്നേക്കാം. ഇത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ലേമൻ ബ്രദേഴ്സ് ക്രൈസിസിലാണെങ്കിലും കോവിഡിൻ്റെ ക്രൈസിസിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുന്നതോടുകൂടി ഓയിലും കൂടി താഴോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. റൈറ്റ്, അത് സാധാരണ ഓയിലും കമ്മോഡിറ്റിയും ഇതേപോലെ തന്നെ ഡിസ്ട്രസ് ന്യൂസിൽ താഴേക്ക് പോകുമ്പോൾ അത് സാധാരണ ഇക്വിറ്റി വാല്യുവേഷൻസിനെയും കൂടെ താഴെ കൊണ്ടുപോകുന്നതായിട്ടാണ് നമ്മൾ കാണാറ്. ഇതാണ് നമ്മുടെ സ്റ്റഡീസ് വരുന്നത്. ബട്ട് ഓവർ എ ലോങ് ടേം പീരീഡ് പ്രദീപ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ലോവർ ക്രൂഡ് പ്രൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ നല്ല. ബട്ട് ഇപ്പോൾ ഈ ഓയിലിന് സംഭവിക്കുന്നത് എന്താ? ആ ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ് ആണ്. അതായത് മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് ആണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏതായാലും ഒപെക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ പോകണം, ഏതാണ്ട് ഡെയിലി തന്നെ 4 ലക്ഷം ബാരൽ ഓയിൽ കൂടുതൽ എക്കണോമിയിലേക്ക് വരും എന്ന് പറഞ്ഞ് ക്രൂഡിന് അപ്പം തന്നെ ഈ ടാരിഫൊക്കെ മെയിൻലി വരുന്നതിനും ഏപ്രിൽ 5 മുമ്പേ തന്നെ ഏതാണ്ട് ക്രൂഡ് $70 ട്രേഡ് ചെയ്തിരുന്നതാണ്. ഈ 70-ന്ന് 60 അല്ലെങ്കിൽ 60-ന് താഴെ 61-ലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒരു ഗ്രാഫിലല്ല. അതായത് ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ്, അതായത് റിസ്ക് ഓഫ് ട്രേഡ് എന്ന് നമ്മൾ മാർക്കറ്റിൽ പറയും. ആ റിസ്ക് ഓഫ് ട്രേഡ് നടക്കുമ്പോൾ ഇക്വിറ്റീസും കമ്മോഡിറ്റീസും ക്രൂഡും എല്ലാം ടെമ്പററി ആയിട്ട് താഴേക്ക് പോകും. ഇവിടുന്ന് ഇത് എങ്ങനെയാണ് സ്പാൻ ഔട്ട് ചെയ്ത് വരുന്നതെന്നാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയും എക്കണോമി റിക്കവറിയും ചെയ്യണമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ. ക്രൂഡ് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായി ഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഞാൻ പറയാം, ഞാൻ തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു ഇന്ന് മാർക്കറ്റ് എന്താ പറയുക ബോട്ടം അടിച്ചു എന്നോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പോകണം. ഇത് ഞാനൊരു ലൈറ്റർ വെയിനിൽ പറഞ്ഞാണ്. ആൾക്കാർ അത് ഡോണ്ട് ടേക്ക് ഇറ്റ് ക്ലോസ് ടു ദ ഹാർട്ട്. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരുപാട് നെഗറ്റിവിറ്റിയുടെ ഇടയിൽ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് പലതരത്തും കണ്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ആലോചിച്ചിരിക്കുന്ന ന്യൂസൊക്കെ പ്ലേ ഔട്ട് ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, എങ്ങനെയാണോ നമ്മൾ ആലോചിച്ചത് അതിനനുസരിച്ച് ലോകം നീങ്ങി എന്നുള്ളതൊരു നല്ല എന്താ പറയുക നമുക്കൊരു വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ RBIയുടെ പോളിസിയിൽ 25 ബേസിസ് പോയിന്റ്സ് എനിക്ക് വലിയ സന്തോഷം തന്നില്ലെങ്കിലും അവരുടെ GDP ഫോർകാസ്റ്റും ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റും ഒരു ആശ്വാസം തരുന്നു. പ്രദീപിനെ പോലെ വളരെ സ്മാർട്ടും ഇൻ്റലിജൻറ്റും ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അനലിസ്റ്റുകൾ FMCG സ്റ്റോക്കിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ NBFC ആൻഡ് ബാങ്ക് സ്റ്റോക്കിനെ കുറിച്ച് പോസിറ്റിവിറ്റി വരാനുള്ള ബിൽഡപ്പ് അതിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ നമുക്കൊരു ആശ്വാസകരമായിട്ട് ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് ന്യൂസ് ദാറ്റ് വി ക്യാൻ ടേക്ക് ഹോം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. സർ, അവസാനമായിട്ട് പ്രദീപ് സാറിലെ കൂടി വരികയാണ്. പ്രദീപ് സാർ, അതിനോടൊപ്പം ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ സൂചിക്കലും നമുക്കൊരു മൂവ്മെൻറ്റ്, ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്ന ഒരു സെക്ടറാണ് ഓട്ടോ എന്ന് പറയുന്നത്. ഓട്ടോയിൽ നമുക്കിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഓട്ടോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അനില, നമ്മൾ ഓട്ടോ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ട് നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ ഓട്ടോ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. എക്സെപ്റ്റ് ഒരേ ഒരു ഓട്ടോമൊബൈൽ സ്റ്റോക്ക് വിച്ച് ഇസ് ഫോഴ്സ് മോട്ടോഴ്സ്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ നമുക്ക് ആ ഒരു മേഖലയിലോട്ട് നമ്മൾ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കേണ്ട. നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഒന്ന് മാർക്കറ്റിൽ സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഈ വാർത്തയും ഈ ന്യൂസും ഒക്കെ മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു റിക്കവറി, നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ലോങ് പൊസിഷൻ അപ്പോൾ കൺസിഡർ ചെയ്യാം. സർ, ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷനോടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. സുരേഷ് സാറിലേക്ക് വരുന്ന ധാരാളം MPCയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ആ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഒരു ടൈം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ മറ്റ് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വെള്ളിയാഴ്ച, നാളെ മാർക്കറ്റ് അവധി കൂടിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ 9:30 വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.